once again welcome back. Khalifa the Ruler Part 1 ഓണം റിലീസ്, ആദ്യത്തെ ഓണം റിലീസ്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. മമ്പറക്കൽ അഹമ്മദ് അലിയുടെ കൊച്ചുമകൻ ആമിർ അലി, പൃഥ്വിരാജ് സുകുമാരൻ പ്രധാന കഥാപാത്രത്തിലെത്തിയ ഖലീഫ ദി റൂളർ. ഈ സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങളിൽ എത്തിയിട്ടുള്ളവർ ഷമ്മി തിലകൻ, ഇന്ദ്രൻസ്, നിതിൻ മുകേഷ്, നമ്മുടെ കത്തിയിലൊക്കെ വില്ലനായിട്ട് വന്നിട്ടുള്ള നിതിൻ മുകേഷിൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. മാളവിക ശർമ്മ ഇതേപോലെ മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് കടന്നു വന്ന ഒരു നായിക ഇതിലെ നായിക പ്രധാന കഥാപാത്രത്തിലെത്തിയിരിക്കുന്നു. പിന്നീട് രഞ്ജി പണിക്കറുണ്ട്. അങ്ങനെ ഒരുപാട് താരനിര, നീണ്ട ഒരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയുടെ ബംഗാളി എഡിറ്ററായിട്ടുള്ള ചവൻ ചാക്കോ. ഒരുപാട് വർക്കുകൾ ഇപ്പോൾ ഓണർ റിലീസിലെ ഐ ആം ഗെയിം അടക്കമുള്ളതൊക്കെ ചെയ്തേക്കുന്ന പുള്ളിയാണ്. ആൻഡ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒറിജിനൽ സ്കോർ ചെയ്തിട്ടുള്ളത് അഗെയിൻ അനദർ ബംഗാളി ഫ്രം മോളിവുഡ്, നമ്മുടെ സ്വന്തം ജെക്സ് ബിജോയ്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത് ജോമൺ ടി ജോൺ. ഞാൻ പറഞ്ഞ പോലെ മമ്പറക്കൽ അഹമ്മദ് അലി, മോഹൻലാൽ ക്യാമിയോ റോളിൽ ഈ സിനിമയിൽ വരുന്നുണ്ട്. അതേപോലെ മറ്റ് 2 ക്യാമിയോകളുണ്ട്, ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. മമ്പറക്കൽ അഹമ്മദ് അലിയുടെ കൊച്ചുമകനായ ആമിർ അലിയുടെ കഥയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഈ സിനിമ 2 മണിക്കൂർ 42 മിനിറ്റ് ഉണ്ട്. ഇതിൽ ഏകദേശം 10-12ഓളം മിനിറ്റ് പൃഥ്വിരാജിൻ്റെ സ്റ്റൈലിഷ് വാക്കിംഗ് ആണ്, അതായത് നടത്തമാണ്. പല ആംഗിളിൽ, പല സൈസിൽ ക്യാമറ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. അതിനിടയ്ക്ക് ജെക്സ് ബിജോയ് കത്തിക്കുന്നുണ്ട്. സോ ജെക്സ് ബിജോയുടെ കത്തിക്കലിനിടയിൽ ഈ വാക്കിംഗ് ഏകദേശം 10-12 മിനിറ്റ് ഉണ്ട്. ഇതിൻ്റെ കോസ്റ്റ്യൂം സൈഡ് അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിസൈനിങ്, പ്രസൻറ്റേഷൻ, ക്യാരക്ടർ പ്രസൻറ്റേഷൻ സൂപ്പർ ടോപ്പ് നോച്ച്. പ്രത്യേകിച്ച് പൃഥ്വിരാജ് മാൻ, യങ് ആക്ടേഴ്സിൽ അല്ലെങ്കിൽ യൂത്ത് ആക്ടേഴ്സിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള, ഏറ്റവും നല്ല ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആക്ടർ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും ഇറ്റ്സ് പൃഥ്വിരാജ് സുകുമാരൻ. സച്ച് എ ഡെഡിക്കേഷൻ ഹി ഹാസ് ഡൺ ഫോർ ദിസ് മൂവി. മാൻ, ഹാറ്റ്സ് ഓഫ്. അത്രയ്ക്കും, അതായത് ഇപ്പോൾ ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, ബോക്സിങ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ഇതിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പണിയെടുത്തിട്ടുണ്ട്, നല്ല ബോഡി ആൻഡ് കിട്ടില്ല ലുക്ക്, ഒരു രക്ഷയില്ല, സൂപ്പർ. ആൻഡ് ഇതിൻ്റെ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം സൈഡ് ആൾസോ ഒരു 80-85 വയസ്സുള്ളൊരു ക്യാരക്ടറാണ്. മമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഓൾഡ് ഏജ് ആണ് കാണിക്കുന്നത്. ആൻഡ് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ പറഞ്ഞ പോലെ മേക്കപ്പിൽ പാളിയിട്ടുണ്ടെങ്കിൽ ഒരു ട്രോൾ കഥാപാത്രമായി മാറേണ്ടത് വളരെ നല്ല രീതിയിൽ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പെർഫോമൻസിനെ പറ്റി വരാം. സോ അതാണ് പിന്നീട് പറയാനുള്ളത്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ ജേണറിൽ പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മാസ് ആക്ഷൻ ത്രില്ലർ എൻ്റർടൈനർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതായത് ഓണം പ്രമാണിച്ച് നിങ്ങൾ കുടുംബമായിട്ടൊക്കെ പോയിരുന്ന് ഔട്ട് ആൻഡ് ഔട്ടായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകണമെങ്കിൽ ഇത് ഒരു ഓപ്ഷനാണ്. ഞാൻ ഒരിക്കലും ഇതൊരു ഓവർ ദ ടോപ്പ് പടമാണെന്നൊന്നും പറയത്തില്ല. പക്ഷേ എന്നിലെ പ്രേക്ഷകനെ സംബന്ധിച്ച് ഈ സിനിമ എനിക്ക് വർത്തായിട്ടാണ് തോന്നിയത്. കാരണം ഈ സിനിമയിൽ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, എഴുത്ത്. ജിനു എബ്രഹാമാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഒരു കോ പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുള്ളത്. സോ ജിനു എബ്രഹാമിൻ്റെ ഈ ഒരു എഴുത്ത് എനിക്ക് എവിടേക്കോ പാളിയ പോലെ തോന്നി. അതായത് ഒരു ഫ്ലാറ്റ് ആൻഡ് ലീനിയർ രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഒരു പരിധി വരെ, ഒരു എക്സ്റ്റെൻറ്റ് വരെ വൈശാഖിൻ്റെ മേക്കിംഗ് ആണ് ഈ സിനിമയ്ക്ക് ഒരു ജീവൻ കൊടുക്കുന്നത്. ആൻഡ് പലയിടത്തും അതൊരു പഴയ ടൈപ്പ്, അതായത് ഇത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സ്വർണ്ണക്കടത്ത് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്വർണ്ണക്കടത്തിന് ഉപയോഗിക്കുന്ന ടെക്നിക്സൊക്കെ ഔട്ട്ഡേറ്റഡ് സാധനമുണ്ട്. ഏത് നമ്മളെ ദിലീപ് ഇത് നല്ലോണം കള്ളക്കടത്ത് കടത്തി കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് പോരെങ്കിൽ അയൺ എന്ന് പറയുന്ന സിനിമ, നമ്മുടെ സൂര്യയുടെ തമിഴ്, അത് പോയി കണ്ടാൽ മതി. അതിലൊക്കെ കാണിക്കുന്ന ടെക്നിക്സൊക്കെ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിരുന്നു. ഇത് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഓൾഡ് സ്കൂൾ ടെക്നിക്സ് ആണ്. ഇപ്പോൾ ഇതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമിർ അലിയുടെ കുടുംബത്തിലെ കാര്യങ്ങൾ. ഇപ്പം ആമിർ അലിയുടെ അച്ഛൻ നമ്മുടെ രഞ്ജി പണിക്കർ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിട്ട്, എനിക്ക് പുള്ളിയുടെ ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ല ചെയ്തേക്കുന്നത്. എനിക്കത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല ക്യാരക്ടേഴ്സ് തമ്മിൽ. സോ അങ്ങനെ ഒരു കണക്ഷൻ വരാത്തത് കൊണ്ട് തന്നെ ഇവരെടുക്കുന്ന റിവെഞ്ചിനോടൊന്നും നമുക്കൊരു, അതായത് പടത്തിൽ എല്ലാം വേണമെന്നുണ്ട്. അതായത് കാർ ചേസിങ് വേണം, ഫൈറ്റ് വേണം, ഇടിച്ചിടുന്നത് വേണം, അതേപോലെ അങ്ങനെ ഭയങ്കര ഇൻറ്റൻസ് സാധനം വേണം. പക്ഷേ അതൊന്നും നമ്മുടെ പ്രേക്ഷകനെ ഇഗ്നൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ വരുന്നില്ല. അപ്പോഴും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻസ് അടക്കമുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് ഉണ്ട്. അതായത് ഇനിയാണ് മമ്പറക്കൽ പള്ളിയിലെ ഉറൂസ്, അതേപോലെ മമ്പറക്കൽ അഹമ്മദ് അലിയുടെ കൊച്ചുമോനല്ലേ മോനെ അലി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡയലോഗ്സ് കൊണ്ട് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്നുണ്ടെങ്കിലും പിന്നീട് വരുന്ന സീനുകൾ നമ്മളെ ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യുന്നതോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ പടം തുടങ്ങുമ്പോൾ തൊട്ടേ ഒരു ക്യാരക്ടറിന്, അതായത് മമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു ഹൈപ്പും ഒരു എലിവേഷനും
ഒരു എന്താ പറയുക, ഒരു ഡെപ്ത് ഉണ്ട്. നമ്മളെ ആകാംക്ഷയോടെ മുൾമുനയിൽ നിർത്തി ഇങ്ങനെ കൊണ്ടുപോയി. 2 മണിക്കൂർ 30 മിനിറ്റ് കഴിയുമ്പോൾ അതാ വരുന്നു നമ്മുടെ ഡോൺ ദ ഗ്രേറ്റ് അഹമ്മദ് അലി നമ്മൾ കാണിക്കുന്നുണ്ട്. സോ പുള്ളി വന്നതിന് ശേഷം എൻ്റെ മോനെ ലാലേട്ടൻ വന്നതിന് ശേഷം തിയേറ്റർ അങ്ങോട്ട് കത്തുമായിരുന്നു. കാരണം അമ്മാതിരി കയ്യടിയും ഓറയായിരുന്നു. ആ ഒരു കൈയുടെ സീൻ നിങ്ങൾക്കറിയാം, ഒരു പോസ്റ്റർ അവിടെ തൊട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. പിന്നെ പടം ഒരു ഒറ്റ എലിവേഷനാണ്. അതായത് ഇങ്ങനെ കയറി ഇറങ്ങി പോയ ഒരു വേവ് കണക്ക് പോയ പടത്തിനെ ഒറ്റ എലിവേഷൻ കൊണ്ടുപോകുന്ന ആ ഒരു ക്യാരക്ടർ വന്ന് കാണിക്കുന്ന സംഭവം. പിന്നീട് അതിന് ശേഷം വരുന്ന 2 ക്യാമിയോസും, അതിൽ അവസാനം വന്ന ക്യാമിയോ വാസ് ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ബ്രില്യൻറ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമകളിൽ റീസെൻ്റായിട്ട് ഒരുപാട് വയലൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഇടിച്ച് ചോര തുപ്പിക്കുന്നതിനപ്പുറത്തേക്ക് എക്സ്ട്രീം വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി അതെനിക്ക് അക്സെപ്റ്റബിൾ ആവുന്നില്ല. കാരണം ഇതൊക്കെ അഡാപ്റ്റ് ചെയ്യും കുട്ടികളും കാര്യങ്ങളും ഒക്കെ. സോ അതൊരു ലിമിറ്റ് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് സ്റ്റിൽ ദാറ്റ് ക്യാരക്ടർ വാസ് ഗുഡ് ആൻഡ് എവറിത്തിങ് വാസ് ഗുഡ്. ആൻഡ് ഇതിൻ്റെ പാർട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇതിൻ്റെ സീക്വൽ മോഹൻലാലിൻ്റെ ആ ഒരു സ്മഗ്ലിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു, അല്ലെങ്കിൽ മമ്പ്രക്കൽ അഹമ്മദ് അലിയുടെ കാലം, അത് കട്ട വെയിറ്റിംഗ് ആണ് എങ്ങനെ അവർ കുക്ക് ചെയ്യുന്നുള്ളത്. പക്ഷേ അതിൻ്റെ സ്ക്രീൻ പ്ലേ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ എഴുതിയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിർവികാരത ഉണ്ടാവാനുള്ള സാധ്യതകൾ ഭയങ്കരമാണ്. സോ എന്നെ സംബന്ധിച്ച് പേഴ്സണലി സിനിമ എനിക്ക് വർക്കായി. കാരണം ഞാനിതൊക്കെ തന്നെ എക്സ്പെക്റ്റ് ചെയ്ത് പോയത് ഒരുപക്ഷെ എൻ്റെ എക്സ്പെക്റ്റേഷൻസിൻ്റെ മേളിൽ നിന്നില്ല എന്നുള്ളൊരു നിരാശയുണ്ട്. ഓണം റിലീസാണ് നാളെ. നിവിൻ അച്ചായൻ്റെ പിന്നെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങുകയാണ്. സോ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് ഈ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഓണം ആയതുകൊണ്ടും ഇത് കണക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു അടിച്ചുപൊളി മാസ് എൻ്റർടൈൻമെൻറ്റ് സെറ്റപ്പ്, ഒരു അടി പൊടിയൊക്കെ കാണണമെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗീവ് എ ട്രൈ. വർത്താണ്. മോനെ മമ്പറക്കൽ പള്ളിയിലെ ഉറൂസാണ് മോനെ ഇനി മുതൽ അങ്ങോട്ട് എന്ന് പറയുന്ന സാധനം. അതേപോലെ അഹമ്മദ് അലിയുടെ കൊച്ചുമോനല്ലേ അലി, അല്ലെങ്കിൽ മഥൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്നൊക്കെയുള്ള ഒരു സെറ്റപ്പിലാണ് പടം തുടങ്ങിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോകുന്നത്. ആൻഡ് അതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ഇതിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു സാറ്റിസ്ഫാക്ടറി എലമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ദ ബംഗാളി ജെക്സ് ബിജോയുടെ പണി. സൂപ്പർമാൻ നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ കത്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു കത്തിക്കലിലാണ് ഈ സിനിമ പോകുന്നത്. യു ആർ ടേക്കിംഗ് ഇറ്റ് ഇൻ യുവർ ഷോൾഡർ ആൻഡ് ദാറ്റ്സ് റിയലി ഗുഡ്. അടിപൊളി വർക്കായിരുന്നു. ആൻഡ് മറ്റേ അറമല അതറാളി ആ സാധനം ഒരു 10-15 പ്രാവശ്യം എടുത്തിട്ട് പിടച്ചിട്ടുണ്ട്. പക്ഷേ പലയിടത്തും അത് സ്യൂട്ടബിൾ ആയിരുന്നു. സൂപ്പർ സാധനമായിരുന്നു. തലേന്ന് പോകുന്നില്ല. സോ സ്റ്റിൽ റണ്ണിങ് ഓവർ ദി ഹെഡ് സൂപ്പറായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ മാളവിക ശർമ്മ ആവശ്യമുണ്ടായിരുന്നു. നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് നായികമാരുണ്ടായിരുന്നു. എന്തിനായിരുന്നു അവരെ വിളിച്ചു കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത ക്യാരക്ടർ ഒബ്വിയസ്ലി. ആൻഡ് ഷമ്മി തിലകൻ ക്യാരക്ടർ വാസ് ഗുഡ്. നമ്മുടെ ഇവിടുത്തെ പല പൊളിറ്റീഷ്യൻസുമായിട്ട് റിസംബിൾനെസ് ഉണ്ട്. സ്വർണ്ണക്കടത്ത്, സ്വപ്ന, ഇതൊക്കെ അറിയാമല്ലോ. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനത്തെ പ്രതികരണങ്ങൾ വരും എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണേണ്ടി വരും. ഈ പടം ഇന്ന് ഒരു 10-12 കോടി രൂപയ്ക്ക് ഉള്ള കളക്ഷൻ എത്തിയിട്ടുണ്ട്. നാളത്തേതിന് ശേഷമുള്ളത് നമ്മുടെ ഇച്ചായൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ പറയാൻ പറ്റൂ. കാരണം ഗിരീഷ് ഷേഡിയാണ്, ഭാവന സ്റ്റുഡിയോസാണ്, ഇച്ചായനാണ്, ഫാമിലി ഫെസ്റ്റിവൽ സ്റ്റാറാണ്. സോ ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ ഖലീഫ ദി റൂളർ എന്നെ സംബന്ധിച്ച് ഒരു നിരാശയല്ല. ഇറ്റ് വാസ് ഓക്കെ, ഇറ്റ്സ് ഡീസൻറ്റ് വാച്ച് ഫോർ മീ ആൻഡ് ഐ എം സാറ്റിസ്ഫൈഡ് ആൻഡ് ഐ എം മാൻ മമ്പറക്കൽ അഹമ്മദ് അലി ഹ്യൂജ് ഫാൻ. വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. ദേ ഹാവ് ഒഫീഷ്യലി അനൗൺസ്ഡ്. പെട്ടെന്ന് ഇറക്കി വിടൂ, കാണട്ടെ. നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ലാലേട്ടൻ്റെ ഓറ നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ വെയിറ്റിംഗ് ആണ് മോനെ. അപ്പോൾ ശരി, സൈനിങ് ഓഫ്. താങ്ക് യു.